ഇന്ത്യയുടെ ഭൂപടത്തിലേക്ക് നോക്കിയാൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ രാജ്യത്തിന്റെ പ്രധാന ഭൂഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു ഭൂപ്രദേശം കാണാം. ഭൗമശാസ്ത്രപരമായ ഇതിന്റെ സവിശേഷമായ ആകൃതി കൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇത് ചിക്കൻ സ്നെക്ക് അഥവാ കോഴിയുടെ കഴുത്ത് എന്ന് വിളിക്കപ്പെടുന്നു. ഔദ്യോഗികമായി സിലിഗുരി കൊറിഡോർ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സുരക്ഷയുടെ ഏറ്റവും നിർണായകമായ കണ്ണിയാണ്. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലെ പെട്ടെന്നുള്ള രാഷ്ട്രീയ മാറ്റങ്ങളും മ്യാൻമറിലെ വിട്ടുമാറാത്ത ആഭ്യന്തര കലാപങ്ങളും സൃഷ്ടിക്കുന്ന പുതിയ സുരക്ഷാ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ കിഴക്കൻ അതിർത്തി പൂർണ്ണമായും സുരക്ഷിതമാക്കുന്നതിനുള്ള വൻ സൈനിക നീക്കങ്ങളിലാണ് ഇന്ത്യ ഇപ്പോൾ. ഇതിന്റെ ഭാഗമായി മിസോറാമിൽ പുതിയൊരു സൈനിക താവളം കൂടി സ്ഥാപിച്ച് പ്രതിരോധത്തിന്റെ അപ്രേദ്യമായ ഒരു കോട്ട തീർക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. വെറും 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി കൊറിഡോർ പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾക്ക് നടുവിൽ സാൻഡ്വിച്ച് ചെയ്തതുപോലെ കിടക്കുന്ന ഈ ഇടുങ്ങിയ പാതയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ടായാൽ അസം, മിസോറാം, മണിപ്പൂർ അടക്കമുള്ള 8 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. ശത്രു രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ സൈനിക നീക്കം നടത്തിയാൽ ആദ്യം ലക്ഷ്യമിടാൻ സാധ്യതയുള്ള ഇന്ത്യയുടെ ഈ ഏറ്റവും ദുർബലമായ ഭാഗത്തെ സംരക്ഷിക്കുക എന്നത് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ മുൻഗണനയാണ്. ഭൗമ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ ഈ പാതയുടെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് ഇവിടേക്ക് നുഴഞ്ഞുകയറ്റവും മറ്റ് അപ്രതീക്ഷിത ആക്രമണങ്ങളും തടയാൻ ശേഷിയുള്ള ഒരു സമഗ്ര പ്രതിരോധ വലയം തീർക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഒരു കാലത്ത് കേവലം അതിർത്തി കാവൽ മാത്രമായിരുന്ന ഇടങ്ങളിൽ ഇന്ന് ശക്തമായ സൈനിക വിന്യാസമാണ് രാജ്യം നടത്തുന്നത്. കിഴക്കൻ അതിർത്തിയിലൂടെയുള്ള ശത്രുക്കളുടെ നീക്കങ്ങളെ പൂർണ്ണമായും തടയുന്നതിനായി 4 പ്രധാന സൈനിക താവളങ്ങൾ ഉൾപ്പെടുന്ന ഒരു സുരക്ഷാ ശൃംഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇതിൽ 3 താവളങ്ങൾ ഇതിനോടകം തന്നെ വളരെ വേഗത്തിൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞു. പശ്ചിമ ബംഗാളിലെ ചോപ്രയിൽ ബംഗ്ലാദേശിന്റെ പഞ്ച്ഗഡ് ജില്ലയോട് ചേർന്ന് കേവലം 1 കിലോമീറ്റർ പരിധിയിലാണ് ഒന്നാമത്തെ താവളം ഒരുക്കിയിരിക്കുന്നത്. പടിഞ്ഞാറൻ ഭാഗത്തു നിന്നുള്ള സുരക്ഷ ശക്തമാക്കാൻ ബീഹാറിലെ കിഷൻഗഞ്ചിലും അസമിലെ ദുബ്രിയിലെ ബാമു നിഗാവനിൽ ലാച്ചിത് ബോർഫുക്കൻ മിലിറ്ററി സ്റ്റേഷൻ എന്ന പേരിൽ മറ്റൊരു സുപ്രധാന താവളവും സൈന്യം സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പ്രതിരോധ നിരയുടെ 4ാമത്തെയും അവസാനത്തെയും കണ്ണിയാണ് മിസോറാമിലെ ലാങ്തലായ് ജില്ലയിലെ പർവ ഗ്രാമത്തിന് സമീപം പുതിയ സൈനിക താവളം സ്ഥാപിക്കാൻ സൈന്യം പദ്ധതിയിടുന്നത്. ദിമാപൂർ ആസ്ഥാനമായുള്ള 3ാം കോർപ്സിന്റെ ഒരു ബറ്റാലിയനെ ഇവിടെ സ്ഥിരമായി വിന്യസിക്കുന്നതോടെ സിലിഗുരി കൊറിഡോറിന്റെ തെക്കൻ അതിർത്തിയും പൂർണ്ണമായും സുരക്ഷിതമാകും. ഇന്ത്യ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നീ 3 രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന തന്ത്രപ്രധാനമായ ട്രൈ ജംഗ്ഷൻ ആയതിനാൽ പർവയിലെ ഈ പുതിയ താവളത്തിന് സൈനിക തന്ത്രങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. ഒരേ സമയം വിവിധ ദിശകളിൽ നിന്നുള്ള നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇത് ഇന്ത്യൻ സൈന്യത്തെ സഹായിക്കും. ഇന്ത്യൻ അതിർത്തികളിൽ ഇത്ര വേഗത്തിൽ സൈനിക വിന്യാസവും പ്രതിരോധ നവീകരണവും നടത്തുന്നതിന് പിന്നിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശിലുണ്ടായ പെട്ടെന്നുള്ള ഭരണമാറ്റങ്ങളാണ് പ്രധാന കാരണം. ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരം ഏറ്റെടുത്തതോടെ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറിമറിഞ്ഞു. ബംഗ്ലാദേശിന് ചൈനയോടും പാകിസ്ഥാനോടും വളർന്നു വരുന്ന പുതിയ താൽപ്പര്യങ്ങളും നയതന്ത്ര അടുപ്പവും ഇന്ത്യൻ സുരക്ഷാ ഏജൻസികൾ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ഇതിനൊപ്പം മ്യാൻമറിൽ തുടരുന്ന ആഭ്യന്തര യുദ്ധവും വംശീയ കലാപങ്ങളും അതിർത്തി കടന്നുള്ള കള്ളക്കടത്തും അഭയാർത്ഥി പ്രവാഹത്തിനും കാരണമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അതിർത്തി രാജ്യങ്ങളിൽ നിന്നുള്ള അപ്രതീക്ഷിത ഭീഷണികളെയും നുഴഞ്ഞു കയറ്റങ്ങളെയും പ്രതിരോധിക്കാൻ മുൻകൂട്ടിയുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമാണെന്ന് ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കരസേനയുടെ പുതിയ താവളങ്ങൾക്ക് പുറമെ അതിർത്തി രക്ഷാ സേനയായ BSFും അതിർത്തികളിൽ വലിയ രീതിയിലുള്ള സാങ്കേതിക നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. മിസോറാം ബംഗ്ലാദേശ് അതിർത്തിയിലുള്ള മുഴുവൻ 85 ഔട്ട് പോസ്റ്റുകളും അടുത്ത 5 വർഷത്തിനുള്ളിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. ശക്തമായ ആക്രമണങ്ങളെയും സ്ഫോടനങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബ്ലാസ്റ്റ് റെസിസ്റ്റന്റ് ഷെൽട്ടറുകളും ഭൂഗർഭ ആയുധപ്പുരകളും ഇതിന്റെ ഭാഗമായി അതിർത്തികളിൽ നിർമ്മിക്കും. ആധുനിക യുദ്ധമുറകളിൽ നിർണായകമായ ഡ്രോൺ സാങ്കേതിക വിദ്യകളെ നേരിടാൻ തക്കവണ്ണമുള്ള നിരീക്ഷണ സംവിധാനങ്ങളും സ്വന്തമായി ഡ്രോണുകൾ വിക്ഷേപിക്കാനുള്ള അത്യാധുനിക കേന്ദ്രങ്ങളും ഇവിടെ ഒരുക്കും. അതിവേഗത്തിൽ വിവരങ്ങൾ കൈമാറുന്നതിനായുള്ള ഡിജിറ്റൽ ശൃംഖലകളും കൃത്യമായ ഇന്റലിജൻസ് സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതോടെ അതിർത്തിയിലെ ഏത് ചെറിയ ചലനവും നിമിഷ നേരം കൊണ്ട് തിരിച്ചറിയാൻ സൈന്യത്തിന് സാധിക്കും. അയൽ രാജ്യങ്ങളുമായി എക്കാലത്തും സമാധാനപരമായ നയതന്ത്ര ബന്ധം പുലർത്താനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെങ്കിലും മാറിമറിയുന്ന ആഗോള സാഹചര്യങ്ങളിൽ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ സൈനിക നീക്കങ്ങൾ നൽകുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ സുരക്ഷയും സിലിഗുരി കൊറിഡോറിന്റെ സംരക്ഷണവും ഇന്ത്യയുടെ അഖണ്ഡതയെ സംബന്ധിച്ച് നിർണായകമാണ്. കിഴക്കൻ അതിർത്തികളിൽ കെട്ടിപ്പൊക്കുന്ന ഈ പുതിയ പ്രതിരോധ കോട്ടകൾ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏത് വലിയ സുരക്ഷാ വെല്ലുവിളികളെയും തന്ത്രപരമായി നേരിടാൻ ഇന്ത്യയെ സജ്ജമാക്കുക തന്നെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.